പ്രിയമുള്ളവരെ, ഈ വീഡിയോ പൂർണ്ണമായി നിങ്ങൾ കേൾക്കണം. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഒരു വെളിപ്പാടകലെ എത്തി നിൽക്കുകയാണ്. നാട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ നമുക്ക് പഞ്ചായത്താക്കി തീർക്കാം എന്ന് പറയാറുണ്ട്. അത് കേവലം ഒരു വർത്തമാനം മാത്രമല്ല, നാടിന്റെ എല്ലാ പ്രശ്നങ്ങളും തീർക്കാൻ കഴിയുന്ന ഒരു ഭരണ സംവിധാനത്തിന്റെ പേരാണ് പഞ്ചായത്ത്. എന്നാൽ നിങ്ങൾ താമസിക്കുന്ന പ്രദേശത്തെ ഭരണ സംവിധാനം അങ്ങനെയാണോ? ഒരു നാടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് വിദ്യാസമ്പന്നമായ ഒരു തലമുറ എന്നത്. എന്നാൽ നിങ്ങളുടെ ഭരണ സംവിധാനം വിദ്യാസമ്പന്നരായ ഒരു തലമുറയെ വാർത്തെടുക്കാൻ എന്തൊക്കെ പദ്ധതികളാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്? SLC-യിലും +2-വിലും എല്ലാ വിഷയത്തിലും A+ നേടിയ വിദ്യാർത്ഥികൾ ഇനി എന്ത് കോഴ്സുകൾ തെരഞ്ഞെടുക്കണമെന്ന് ചിന്തിക്കുമ്പോൾ അതിന് അനുകൂലമാകുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു പദ്ധതി, കരിയർ ഗൈഡൻസ് പോലെ എന്തെങ്കിലും ഒരു പദ്ധതി നിങ്ങളെ പഞ്ചായത്ത് ഭരണ സംവിധാനം മുന്നോട്ട് വെച്ചിട്ടുണ്ടോ? SLC-യിലും +2-വിലും അതുപോലെ തുല്യമായ പരീക്ഷകളിൽ ഉന്നത വിജയം നേടുന്ന വിദ്യാർത്ഥികളെ അനുമോദിക്കാനുള്ള മനസ്സ് നിങ്ങളുടെ പഞ്ചായത്ത് ഭരണ സംവിധാനം മുന്നോട്ട് വെച്ചിട്ടുണ്ടോ? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലത്ത്, നൂതനമായ ടെക്നോളജികൾ ഉള്ള കാലത്ത് ആ ടെക്നോളജിയെ കുറിച്ച് പഠിക്കാൻ എന്തെങ്കിലും തരത്തിലുള്ള വർക്ക്ഷോപ്പുകൾ നിങ്ങളുടെ ഭരണ സംവിധാനം മുന്നോട്ട് വെച്ചിട്ടുണ്ടോ? സർക്കാർ ജോലിയിലേക്ക് നമ്മളെ പുതിയ തലമുറയെ ആകർഷിക്കാൻ എന്തെങ്കിലും തരത്തിലുള്ള പദ്ധതികൾ നിങ്ങളുടെ പഞ്ചായത്ത് മുന്നോട്ട് വെച്ചിട്ടുണ്ടോ? IAS, IPS പോലുള്ള ഏറ്റവും മനോഹരമായ ജോലിയിലേക്ക് നമ്മളെ മക്കളെ കൊണ്ടുപോകാൻ ഏതെങ്കിലും തരത്തിലുള്ള പദ്ധതികൾ നിങ്ങളുടെ പഞ്ചായത്ത് മുന്നോട്ട് വെച്ചിട്ടുണ്ടോ? ഇങ്ങനെ തുടങ്ങി 100,000 പദ്ധതികൾ വിദ്യാസമ്പന്നരായ ഒരു തലമുറയെ വാർത്തെടുക്കാൻ വെക്കാൻ കഴിയുമെങ്കിലും ഇച്ഛാശക്തിയുള്ള ഒരു ഭരണ സംവിധാനം നാട്ടിലില്ല എന്നതാണ് പ്രശ്നം. കാലങ്ങളായി LDF സർക്കാരാണ് മിക്ക പഞ്ചായത്തുകളും ഭരിക്കുന്നത്. ഒരു മാറ്റം അനിവാര്യമാണ്. ഇച്ഛാശക്തിയുള്ള ഒരു ഭരണ സംവിധാനം മുന്നോട്ട് വന്നാൽ എല്ലാ മാറ്റങ്ങളും നാട്ടിൽ നിന്ന് ഉണ്ടാക്കാൻ സാധിക്കും. ഒരു മാറ്റം അനിവാര്യമാണ്. ഒരവസരം UDF-ന് തരൂ. മാറ്റങ്ങൾ നിങ്ങളെ കൺമുന്നിൽ കൊണ്ടുതരാം. വീണ്ടും കാണാം.